ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോട്ടോയിൽ എങ്ങനെ നമുക്ക് മാസ്കിംഗ് എഫക്റ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റാറ്റസ് വീഡിയോകളൊക്കെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമ്മളുടെ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എഡിറ്റിംഗ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. അവിടെ നമുക്ക് വീഡിയോ, ഫോട്ടോ, കോളേജ് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. അവിടെ നമുക്ക് ന്യൂ എന്ന് പറഞ്ഞിട്ട് ഗ്രീൻ കളറിലൊരു ഓപ്ഷൻ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് നമുക്ക് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ബ്ലാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഒരു ഗ്രീൻ കളറിലെ ഒരു റൗണ്ടിലെ ഒരു ടിക്ക് മാർക്ക് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഈ ഓപ്ഷനുകളിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ താഴെയായിട്ട് ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ 9:16 എന്ന് പറയുന്ന റേഷ്യോ ഇതിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ ഓപ്ഷനുകളിലെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ട് ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ലെവൽ നമ്മൾ കൂട്ടിക്കൊടുത്താൽ നമുക്ക് വേണ്ട ഡ്യൂറേഷൻ ആവുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു 10 സെക്കൻഡ് വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഓപ്ഷനുകളിലെ നമുക്ക് PIP എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഗാലറിയിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ നിന്ന് നമുക്ക് ഏത് ഫോട്ടോയാണോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫോട്ടോ ഈ സ്ക്രീൻ ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു റൈറ്റ് സൈഡിൽ താഴെ കാണുന്ന ആരോയിൽ വലിച്ചു കഴിഞ്ഞാൽ അത് വലുതാകുന്നതായിരിക്കും. അങ്ങനെ നമുക്ക് സൂം ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ഞാനിങ്ങനെ സൂം ചെയ്ത് വെക്കുന്നു. എന്നിട്ടത് കറക്റ്റ് സൂം ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെയും ഡ്യൂറേഷൻ 10 സെക്കൻഡ് ആക്കി വെക്കുക. അതിനായിട്ട് നമ്മൾ ആ ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ, ഈ ഇവിടെ കാണുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിതൊരു 10 സെക്കൻഡ് ആക്കി വെക്കുന്നു. എന്നിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ അതും 10 സെക്കൻഡ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമുക്കൊരു കീ ഫ്രെയിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ രണ്ടാമത് കാണുന്ന മാസ്കിൻ്റെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഇത് നമുക്കിങ്ങനെ കൈകൊണ്ട് വിരലുകൾ കൊണ്ട് നമുക്കിത് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ പറ്റും. ഞാനിപ്പോൾ ഇത് സ്വല്പം ചെറുതാക്കി വെക്കുന്നു. അതിനുശേഷം ഈ താഴെയായിട്ട് നമുക്കൊരു റൗണ്ടിലൊരു സിമ്പൽ കാണാൻ സാധിക്കും. അത് നമ്മൾ സ്വല്പം വലിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലറിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ കിട്ടും. സ്വല്പം ഒന്ന് ബ്ലറാക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ കൈ കൊണ്ട് തന്നെ നമുക്കിങ്ങനെ തിരിക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മളിങ്ങനെ തിരിച്ചതിന് ശേഷം നമ്മളത് ഈ ഒരു ഫോട്ടോയുടെ ഈ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് കൊണ്ടുവെക്കുന്നു. അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെ വരെയാണോ അത് മൂവ് ആകേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ വരെ വെച്ചതിന് ശേഷം വീണ്ടും ടിക്ക് മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ ഫോട്ടോ ഈ ഒരു മാസ്കിൻ്റെ ഓപ്ഷൻ നമ്മൾ ഈ താഴെ എൻഡിലേക്ക് കൊണ്ടുവെക്കുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഓപ്ഷനുകളിൽ ഇങ്ങോട്ട് വന്നിട്ട് അവിടെ നമ്മൾ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ സ്പ്ലിറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ സ്പ്ലിറ്റാക്കി ആ ഒരു ലെയറിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് അവിടെ കൊണ്ടുവച്ചു. വീണ്ടും നമ്മൾ ഈ ഒരു കീ ഫ്രെയിമിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ആയിട്ട് നമുക്ക് മാസ്കിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഈ റൗണ്ട് മാസ്ക്, അതായത് 4-മതായിട്ട് കാണുന്ന മാസ്കിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് അത് നമുക്കതിങ്ങനെ വലിച്ചു നീട്ടാനും ഒക്കെ പറ്റും. അത് നമ്മൾ ഈ സെൻട്രലായിട്ട് കൊണ്ടുവെക്കുക. സെൻറ്ററിൽ കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ ഈ ആരോയിൽ അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെറുതാകുന്നതായിരിക്കും. കണ്ടില്ലേ, നമ്മളിങ്ങനെ ചെറുതാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ ടിക്ക് മാർക്ക് കൊടുത്തു. അതിനുശേഷം കുറച്ചുകൂടി ഇങ്ങോട്ട് പ്ലേ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു കീ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് മാസ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിതിനെ ഇങ്ങനെ ആരോയിൽ വലിച്ചുകൊണ്ട് അത് വലുതാക്കാം. നമുക്ക് കണ്ടില്ലേ, ഇങ്ങനെ വലുതാക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് ആ ഒരു ഫോട്ടോ മുഴുവനായിട്ട് കാണാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ വലുതാക്കി വെച്ചു. അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് നമ്മൾ സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വന്നിട്ട് നമ്മളവിടെ സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അത് കട്ടായിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ഈ സ്പ്ലിറ്റ് ചെയ്ത ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ആ കീ ഫ്രെയിമിൻ്റെ അവിടെ കൊണ്ടുവന്നു ആ ഒരു ലെയറിൻ്റെ ആ ഒരു എൻഡിലേക്ക് നമ്മൾ ആ ഒരു കൊണ്ടുവച്ചിട്ട്
വീണ്ടും നമ്മൾ മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. മാസ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേറെ ഒരു മാസ്കിൻ്റെ ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിൽ കുറേ മാസ്കിൻ്റെ ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് ഞാനിപ്പോൾ ഈ ആദ്യം കാണുന്ന മാസ്കിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിന് ശേഷം നമുക്കിത് കൈ കൊണ്ട് തന്നെ നമുക്ക് ചെറുതാക്കാനും വലുതാക്കാനും ഒക്കെ പറ്റും. ഞാനിത് ഇങ്ങനെ വെച്ചു, എന്നിട്ട് ഏറ്റവും താഴെയായിട്ട് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. എന്നിട്ട് ഈ എൻഡ് കൊണ്ടുവച്ചിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു കീ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മാസ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആ മാസ്കിൻ്റെ ഇത് നമ്മൾ ഏറ്റവും മേളിൽ ഫോട്ടോ മറയത്തക്ക വിധത്തിലേക്ക് മേളിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഇൻഷോട്ടിൻ്റെ വാട്ടർ മാർക്ക് കളയേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മൾ ഈ ഇൻഷോട്ട് എന്ന് എഴുതിയിരിക്കുന്ന വാട്ടർ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫ്രീ റിമൂവ് എന്ന് കാണാം, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ പരസ്യങ്ങളൊക്കെ വരും, അത് കഴിയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഇൻഷോട്ടിൻ്റെ വാട്ടർ മാർക്കും പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു സ്റ്റാറ്റസ് വീഡിയോ നിർമ്മിക്കുന്നത്. നിങ്ങൾക്കും പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു എഡിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.